ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീണ്ടും ഒരു പുതിയ ഒരു ന്യൂ ATH നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യണ ഒരു ന്യൂ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് നിഫ്റ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇനി നമുക്ക് ബിക്കോസ് നല്ലൊരു സപ്പോർട്ട്, ഒരു ചെറിയ ഫോൾ ഉണ്ടായി നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി വീണ്ടും ഒരു ന്യൂ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അത് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ എല്ലാം ഡ്രോ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു ബൈ എടുക്കുക എന്നുള്ളത് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. സെയിം തന്നെ ഇനി നമ്മൾ നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ സെയിം നമ്മൾ നിഫ്റ്റിയിലും ആ ഒരു കറക്റ്റ് ലെവൽ, അതേ ലെവലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് അതനുസരിച്ച് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ പറഞ്ഞു ഇനി ചിലപ്പോൾ ഒരു 500 പോയിൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റി ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻട്രാഡേ പ്ലേയേഴ്സിന് ഒക്കെ ആയിരിക്കും. അതിൽ കുറച്ചും കൂടി സ്വിങ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ കുറച്ചൊന്ന് ഇനി ഒരു റിവേഴ്സിനെ മാക്സിമം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ബിക്കോസ് അതിനുള്ള ഇത് വന്നാൽ മാത്രം, അല്ലാണ്ട് ഒറ്റയടിക്ക് പോയിട്ട് ചെയ്യാനല്ല. നമുക്ക് അതിൻ്റെ ലെവൽസ് കാര്യങ്ങൾ എന്തായാലും അത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അവിടെ നിന്ന് നമുക്ക് വന്നെയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല ഹ്യൂജ് റാലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റാലി മിസ് ചെയ്ത ആൾക്കാർ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ബട്ട് അവർക്ക് നമുക്കിനി വേണമെങ്കിൽ ഇനി വന്ന ഒരു ഫോള് മേ ബി എന്തായാലും ഒരു ഫോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഉണ്ടാവും മാർക്കറ്റിൽ. അപ്പോൾ അത് മാക്സിമം നമുക്ക് ക്യാച്ച് ചെയ്യാൻ നോക്കാം. ആൻഡ് നമ്മളെന്തായാലും ടെലിഗ്രാം ചാനലിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ ഇനി എങ്ങനെയാണ് നമ്മുടെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തായാലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇൻട്രാഡേ ഇൻട്രാഡേ നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്ക് അതൊന്ന് നോക്കാം. ആൻഡ് FIDA ഡാറ്റ വെച്ചിട്ട് നോക്കാം. ദെൻ OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് നമുക്ക് റിവേഴ്സ് ആണോ, അല്ലെങ്കിൽ ഇനിയും നമ്മൾ മാർക്കറ്റിന് മേളിലേക്കുള്ളൊരു സ്പേസ്, അല്ലെങ്കിൽ എങ്ങനെ ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻട്രാഡേ അനാലിസിസ് നോക്കാം അല്ലേ. ഇതായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. ആൻഡ് നിഫ്റ്റിയുടെ 5 minutes ടൈം ഫ്രെയിമാണ് നമ്മളിപ്പോൾ എടുത്തു വച്ചേക്കുന്നത്. ഓക്കെ, അതിൽ നമുക്കിന്ന് എന്തായി, നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് നമുക്കുണ്ടായത്. ഒരു പോസിറ്റീവ് ഓപ്പണിംഗ്, ഗ്യാപ്പ് അപ്പ് നല്ലൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ അവിടെ നിന്ന് തന്നെ ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് 22,600 എന്ന റെസിസ്റ്റൻസ് ലെവൽസ് നമ്മൾ നേരത്തെ ലാസ്റ്റ് നമ്മൾ വരച്ച് ചെയ്ത റെസിസ്റ്റൻസ് ലെവൽ, ആ ലെവലിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ നമ്മൾ ലൈറ്റ് ഷെയ്ഡാക്കി ലെവലിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞെന്ന് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ അനാലിസിസിൽ കണ്ടവർക്ക് അത് മനസ്സിലാവും. ദെൻ അവിടെ നിന്നൊരു ചെറിയൊരു സപ്പോർട്ട്, ഡേ ഹൈഡ് ഒരു സപ്പോർട്ട് എടുത്തൊരു സ്ലോ മൂവ്മെൻറ്റ്, എന്തോരം ചെറിയ ക്യാൻഡിൽസാണ് ഫോം ചെയ്തേക്കുന്നത്. അവിടെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മളെല്ലാം അപ്ഡേറ്റും ചെയ്തിരുന്നു. ബിക്കോസ് നമുക്ക് ഇന്ന് ചെറിയ ഇത് വന്നപ്പോൾ തന്നെ നമുക്കിന്നൊരു എന്താ പറയുക, നമ്മൾ ഒരു വോളറ്റൈൽ ഡേ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റിംഗ് സം വോളറ്റൈൽ ഡേ ആയിരുന്നു. എക്സാക്ട്ലി മാർക്കറ്റ് അത് തന്നെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സുഖമായിരിക്കും. അതല്ല എങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു ബിഹേവിയർ മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ടാർഗറ്റിനെ കുറച്ചും കൂടി കൂട്ടാൻ നോക്കും. അതിൻ്റെ ഒരു പ്രശ്നം തന്നെ കണ്ടില്ലേ, സ്ലോ മൂവ്മെൻ്റ് ആയിട്ട് ഈ ഒരു ഒറ്റ ക്യാൻഡിൽ വന്നു, റെഡ് ക്യാൻഡിൽ വന്നു. ഇവിടെ എൻട്രി എടുത്തവർക്ക് വേണമെങ്കിലൊക്കെ മിസ്സാക്കാം. ഈ ഒരു റെഡ് ക്യാൻഡിലൊക്കെ വന്നു. ബിക്കോസ് ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ ജസ്റ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ദെൻ അവിടെ നിന്ന് നമുക്കൊരു ഫോളിങ് വന്നു, ഒരു ക്വിക്ക് ഫോളായിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ഒന്നും ചെയ്തില്ല. സപ്ലൈ സോൺ ലെവലിൽ നിന്നായിരുന്നു മാർക്കറ്റ് ആ ഒരു കൺസോൾട്ടേഷനും ഒക്കെ തന്നിരുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയുണ്ട്, ബാങ്ക് നിഫ്റ്റി 48,500 സ്ട്രാഡിലായിരുന്നു മാക്സിമം ഫോളോ ചെയ്ത്. 48,500 സ്ട്രാഡിൽ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞത് സപ്പോർട്ട് കുറച്ച് കൂടി വന്നിട്ടുണ്ട്, അവിടെ റെസിസ്റ്റൻസ് കുറച്ച് കുറഞ്ഞ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാർക്കറ്റ് ഒന്ന് ഹെവി 48,700 വരെയും പോകാൻ നോക്കി. ബട്ട് അവിടെ നിന്നാണ് ക്വിക്ക് സെൽ ഓഫ് ഉണ്ടായത്. ദെൻ ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ എന്താക്കുന്നത്, നമുക്ക് എവിടെയൊക്കെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലും, എവിടെയൊക്കെയാണ് നമുക്ക് സപ്പോർട്ടും, എവിടെയാണ് സ്ട്രാഡിൽ ലെവലൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സ്ട്രാഡിൽ ലെവൽ ഫോം ചെയ്യുന്നത്. 2 ലെവൽ ഉണ്ടെങ്കിൽ ആ 2 ലെവൽ അടയാളപ്പെടുത്താറുണ്ട്. പ്ലസ് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് നമ്മൾ വലിയ ടൈം ഫ്രെയിമിലുള്ളതും നമ്മുടെ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ അതും നമ്മൾ നോക്കി വെക്കാറുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഇതെന്ന് വെച്ചാൽ നമുക്ക് OA അനാലിസിസ് എല്ലാ ദിവസവും ചെയ്യണ മാതിരി നമുക്ക് OA അനാലിസിസ് ചെയ്യാം.
സി ഇതായിരുന്നു നിഫ്റ്റിയുടെ OAയിൽ ഇന്നത്തെ ഇതായിരുന്നു നിഫ്റ്റി ലാസ്റ്റ് 2 hour ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, കുറച്ച് കോള് ബിൽഡ് ചെയ്യുന്നത് ആൻഡ് എവേ സ്ട്രൈക്കിലാണ് കുറച്ചും കൂടി കോള് ഇന്ന് കുറച്ച് ലാസ്റ്റ് ഇതായിട്ടൊന്ന് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, യെസ്, ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി നമുക്ക് സ്ട്രാഡൽ ഫോർമേഷനായിട്ട് 22,600 ഇപ്പോൾ നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട് ആൻഡ് അവിടെ കുറച്ച് കോൾ ബിൽഡിംഗ് ഇപ്പോഴും ബാക്കിയുണ്ട്. 22,500 നല്ല 22,600. അപ്പോൾ സപ്പോർട്ട് എന്തായി? സപ്പോർട്ട് കുറച്ച് കൂടി വന്നിട്ടുണ്ട്. നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ നല്ല കുറഞ്ഞും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു OI അനാലിസിസ് വെച്ചിട്ട് കുറച്ചും കൂടി മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. 22,500 നല്ല രീതിയിൽ സപ്പോർട്ട്, 22,600 നല്ല രീതിയിൽ സപ്പോർട്ട് വരുന്നു. ആൻഡ് ഇപ്പോൾ മാക്സിമം കോൾ വന്നേക്കുന്നത് 23,000 ആൻഡ് ഇടയിൽ എല്ലായിടത്തും ചെറിയ രീതിയിലുള്ള കോൾസ് മാത്രമാണ് ബിൽഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമുക്ക് 22,600 ആൻഡ് 22,500 നമുക്കിനി സപ്പോർട്ടായിട്ട് വരുന്നത്. 22,600 നമുക്ക് സപ്പോർട്ട്, അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ കുറച്ചും കൂടി ഇതാക്കാം. സപ്പോർട്ടാണ്, മീൻസ് ഇവിടെ ഒരു ഫോളോ വന്നാലും മാർക്കറ്റിന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് അവിടെ ഹൈ ആയിട്ടുണ്ട്. ദെൻ അവിടെ തന്നെ ചെറിയ ഒരു കോൾ ബിൽഡിംഗ് ഉണ്ട്, അത് നമ്മൾ മറക്കാണ്ടിരിക്കുക. അവിടെ നമ്മൾ ലൈറ്റായിട്ട് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇവിടെ നമുക്ക് ലൈറ്റായിട്ടൊരു റെഡ് ഷെയ്ഡ് കൊടുക്കണം. ഹൈയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് സ്റ്റിൽ ഡെഫിനറ്റ്ലി നമ്മൾ പുട്ട് തന്നെയാണ് നിൽക്കുന്നത്, പുട്ട് റൈറ്റിംഗ് ആണ്. ആൻഡ് 500 പുട്ട് റൈറ്റിംഗ് ഹെവി ആയിട്ട് തന്നെ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആൻഡ് കോൾ റൈറ്റിംഗ് ലൈറ്റായിട്ട് തന്നെ തുടരുന്നുണ്ട്, ബിക്കോസ് കോൾ റൈറ്റിംഗ് 22,500 സ്റ്റിൽ ഉണ്ട്. ബട്ട് എന്നാലും 22,600 കുറച്ചും കൂടി കോൾ റൈറ്റിംഗ് ഉള്ളൂ. ആൻഡ് മാക്സിമം ഇപ്പോൾ 23,000 മാത്രമാണ് നമുക്ക് എന്തായത് ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്റ്റിൽ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ തന്നെയാണ്. എൻ്റെ ഇടയിലൊന്നും നമുക്ക് നല്ല ഒരു റെസിസ്റ്റൻസോ കറണ്ട് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. കറണ്ടിൽ ഇവിടെ എവിടെയും നമുക്ക് ഹ്യൂജ് റെസിസ്റ്റൻസ് കാര്യങ്ങളൊന്നും ബിൽഡ് ചെയ്തേക്കുന്നത് കറണ്ട് കാണുന്നില്ല. അപ്പോൾ ഈ ലെവൽസിൽ മാത്രം നോക്കുക. ചെറിയൊരു സ്ട്രാഡൽ ഫോർമേഷൻ 22,600 പ്ലസ് പോസിറ്റീവ് ബയാസിലുണ്ട്. 22,500 കുറച്ചും കൂടി നല്ല രീതിയിലുള്ള സപ്പോർട്ട് വിത്ത് ഒരു ലൈറ്റായിട്ടുള്ള റെസിസ്റ്റൻസ് അവിടെ കാണാം. ആൻഡ് അതൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ മീൻസ് നിഫ്റ്റിയുടെ ഒരു OI അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ആ രണ്ട് ലെവലും ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യുകയാണ്. 48,500 എന്ന ലെവൽ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി അവിടെ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് നോക്കാം. 22,500 ലെവലിൽ ചെറിയതായിട്ട് ഒന്ന് താഴ്ന്ന് വന്നിട്ടുണ്ട്. മീൻസ് കഴിഞ്ഞ ദിവസത്തെ അത്രയും ഒരു വലിയ ഒരു ഹോൾഡിംഗ് ഒന്നും ഇവിടെ കാണുന്നില്ല. ആൻഡ് നെക്സ്റ്റ് ലെവലിലേക്ക് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ബട്ട് നമുക്ക് ആ ലെവലിൽ തന്നെ പിടിക്കാം. 48,600 സ്ലൈറ്റ്ലി ആ ഒരു ഒറ്റ ലെവലിൽ തന്നെ ആവാനുള്ള ചാൻസ് ആണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആകുമ്പോൾ ഒരു 100 പോയിൻറ്റ്സിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ആൻഡ് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് 48,000 തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ് 49,000 കുറച്ചൊന്ന് ബിയറിഷ് സെൻറ്റിമെൻറ്റ് ഉള്ളത്. PCR 0.8 ആണ്, ബിക്കോസ് കുറച്ചും ഹെവി ആയിട്ട് കോൾ റൈറ്റിംഗ് എല്ലാ സ്ട്രൈക്കിലും മിക്ക സ്ട്രൈക്കിലും കോൾ റൈറ്റിംഗ് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് PCR 0.8 കാണുന്നത്. ബട്ട് നമ്മൾ അറ്റ് ദ മണി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സപ്പോർട്ടായിട്ടാണ് ബാങ്ക് നിഫ്റ്റിക്കൊക്കെ കുറച്ചും കൂടി എന്താ പറയുക ഒരു ഇത് കാണുന്നത്. അപ്പോൾ 48,500 നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആ ലെവൽസിൽ തന്നെ നിൽക്കുകയാണ്. ദെൻ 48,000 ഇപ്പോൾ നല്ല ഒരു സപ്പോർട്ട് കാര്യങ്ങളുള്ളത്. ആൻഡ് അവിടെ തന്നെ ചെറുതായിട്ട് ഒരു കോൾ റൈറ്റിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ആ ലെവൽസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു കോൾ റൈറ്റിംഗ് അങ്ങനെ കുറച്ചും കൂടി ഫ്രണ്ടിൽ നിൽക്കുന്നത് സപ്പോർട്ടർ ആണെന്ന് മാത്രം. ആൻഡ് 49,000 ആണ് സ്റ്റിൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. 49,000 റെസിസ്റ്റൻസ് അവിടെ ആ സെയിം ലെവലിൽ തന്നെ തുടരുകയാണ്. അവിടെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എവിടെയും ബിൽഡ് ചെയ്തിട്ടില്ല. ആൻഡ് കുറച്ചും കൂടി നമ്മൾ ഒന്ന് ഹെവിയിലേക്ക് പോകുമ്പോൾ 50,000 മാക്സിമം കോൾ റൈറ്റിംഗ് കാണുന്നത്. അതിൽ
അതിൻ്റെയും കൂടിയാണ് എന്താ നമുക്ക് മാക്സിമം ഒരു 0.8 PCRൻ്റെ ഒരു സൂചന നൽകുന്നത്. കുറച്ചും കൂടി ബുള്ളിഷ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി മൂവ് ആകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് ഈ വീക്കും കൂടി ബാങ്ക് നിഫ്റ്റിക്ക് OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കറൻ്റ്ലി ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി നിലനിർത്തി പോകുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ലെവൽസിനെയും ഒന്ന് നോക്കുക. ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നോക്കുക. ആൻഡ് സപ്പോർട്ട് ലെവൽസ് നമ്മൾ രണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട് വിത്ത് ചെറിയൊരു കോൾ റേറ്റിംഗ് അവിടെ രണ്ട് സ്ഥലത്തും കാണാനും കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി നമുക്കൊന്ന് മാർക്കറ്റിൻ്റെ FIDA ഡാറ്റ ഒന്ന് വെച്ചിട്ട് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഫസ്റ്റ് FISനെ വെച്ചിട്ട് തന്നെ നോക്കാം. FIS സ്റ്റിൽ അവർ ചെറിയ ബിയറിഷ് സെൻറ്റിമെൻറ്റ് ഇവിടെയൊക്കെ നമ്മൾ ബിയറിഷ് സെൻറ്റിമെൻറ്റാണ്. ചെറിയ ടൈമിൽ മാത്രമാണ് അവർ ബുള്ളിഷ് ആവുന്നുള്ളൂ. ഇന്ന് അവർ ലോങ് ആയിട്ട് പുട്ടും കോളും അൺവൈൻഡിങ് ആണ്. നെറ്റ് അവർ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ലോങ്ങിലേക്ക് കോൾ അവർ സ്റ്റിൽ വന്നിട്ടില്ല. ആൻഡ് അതാണ് അവരുടെ ഡെയിലി ഓപ്ഷൻ, അതായത് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ കാണിക്കുന്നത്. ദെൻ ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ചെറിയ ഒരു ബൈയിങ് മാത്രമാണ് ഫ്യൂച്ചേഴ്സിൽ നടത്തിയിട്ടുള്ളൂ. അതും നല്ല ഒരു ഹെവി ബൈയിങ് ആയിട്ടൊന്നും സ്റ്റിൽ അവർ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസ് വെച്ചേക്കണമെങ്കിൽ സ്ലൈറ്റ്ലി അവർ ബിയറിഷ് ആയിട്ട് ലോങ്ങിലേക്ക് ബിയറിഷ്, അതായത് പുട്ടിനെ അവർ ലോങ്ങിലേക്ക് ചെയ്തിട്ടുണ്ട് 81,000 ലോങ്ങിലേക്ക്. ആൻഡ് 71,000 മാത്രമാണ് എന്താക്കുന്നത് കോൾ OAനെ അവർ ലോങ്ങിലേക്ക് കൊടുത്തുള്ളൂ. അവിടെ നമുക്ക് ബിയറിഷ്നെസ് ഫീൽ ചെയ്യാം. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിംഗ് ഒന്ന് സ്ലൈറ്റ്ലി ഒന്ന് കുറച്ചിട്ടുണ്ട്. -23 ലാസ്റ്റ് -35, അതായത് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് വന്നത് അവരിന്ന് ലൈറ്റായിട്ടൊന്ന് കുറച്ചു. ബട്ട് ഇവിടെയും നോക്കുന്നത് അവർ ഒരിക്കലും പോസിറ്റീവായിട്ട് സ്റ്റിൽ ഇപ്പോഴും അവർ പോസിറ്റീവിലേക്ക് ഇൻഡെക്സ് ഡെയിലി OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ പോയിട്ടില്ല എന്ന് വേണം സാധിക്കാൻ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നെഗറ്റിവിറ്റി അവർ നല്ല രീതിയിലൊന്നും കാണിച്ചിട്ടില്ല. ബട്ട് ലോങ്ങിലേക്കുള്ള ഇത് സ്റ്റിൽ FIS ഇപ്പോഴും ലോങ്ങിലേക്ക് FIS ഇപ്പോഴും ആ ഒരു പുള്ള് FIS നടത്തിയിട്ടില്ല. ദെൻ ഇനി നമുക്ക് DIS നോക്കാം. DISൻ്റെ ഭാഗത്തു നിന്ന്, അതായത് പ്രോയിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഇന്ന് കോളും പുട്ടും അവരും എന്താ പറയുക ഒരു അൺവൈൻഡിങ് ആണ് നടത്തിയിരിക്കുന്നത്. ആൻഡ് നെറ്റ് ബുള്ളിഷ് ആയിരുന്ന FISന് ഇവിടെ നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ DIS പ്രോ ഒന്ന് നെഗറ്റീവ് ആക്കുന്ന ഒരു മാക്സിമം അവർ കോളിനാണ് അവർ അൺവൈൻഡ് ചെയ്തേക്കുന്നത്. ആൻഡ് അവർ സെല്ലിങ് തുടരുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും അല്ലേ. ഇവിടെ നമുക്ക് ഒരു സ്ലൈറ്റ്ലി ഡൗൺ ആയിട്ട് തന്നെ പോവാണ്. ആൻഡ് മാർക്കറ്റ് മേളിലേക്കും പോവാണ്. അപ്പോൾ ഈ രണ്ട് മൂവ്മെൻറ്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ട മൂവ്മെൻറ്റാണ്. നമ്മൾ പറയാറുണ്ട് ഒരു സ്വിങ് ഹൈയും കൂടിയാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. ആൻഡ് ഇപ്പോൾ OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ വെച്ച് നോക്കിയാലും ഒരു OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ കുറച്ച് ബുള്ളിഷും, ബിക്കോസ് അവർ കോളിനെ അവർ കുറച്ചും കൂടി ഒന്ന് മേളിലേക്ക് ലോങ്ങിലേക്ക് പോയി. ആൻഡ് പുട്ടിനെ അവർ അൺവൈൻഡിങ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് നല്ല ഒരു ബുള്ളിഷാണ്. ബിക്കോസ് ഒരു ബുള്ളിഷ് വിത്ത് ഒരു സ്ലൈറ്റ്ലി സൈഡ് വേസ് പോലെ, അതായത് മാക്സിമം പുട്ടിനെ അൺവൈൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മീൻസ് അവിടെ ഇനി ഒരുപാട് പോയില്ല എങ്കിലും ആ കൺസോൾട്ടേഷൻ, അത് ഹയർ ലെവൽസിൽ കൺസോൾട്ടേഷൻ വന്നാലും പ്രോയിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് ആവാനുള്ള, പ്രോഫിറ്റ് ആവാനുള്ള ചാൻസാണ്. ദെൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൻ്റെ OAയിൽ അവർ കുറച്ചൊന്ന് ബുള്ളിഷ് ആകുന്നുണ്ട്. ആൻഡ് മീൻസ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ്ങും ആൻഡ് OAയിൽ കുറച്ച് ഒന്ന് ബൈ സൈഡിലേക്കാണ് പോകുന്നത്. 14,000 ബൈ സൈഡ് വന്നിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് ഡേനെ കുറച്ച് സംബന്ധിച്ചിടത്തോളം ഒരു ഹെവി ബൈയിങ് ഒന്നും സ്റ്റിൽ ഇന്നത്തെ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അവർ ഹെവി ബൈയിങ് ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കാണാം. അപ്പോൾ ഓവറോൾ FISൻ്റെയും പ്രോയിൻ്റെയും കൂടി ഭാഗത്ത് നോക്കുമ്പോൾ ഒരു മിക്സഡ് ആണ്. ആൻഡ് ലോങ്ങിലേക്ക് രണ്ടുപേരും മീൻസ് ഒരുപാട് ഉഷാർ കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ബട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയൊക്കെ സ്റ്റിൽ നല്ല രീതിയിൽ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് കാണാം വൺസ് മാർക്കറ്റ് FIS സെൽ സൈഡാണ് -6,685 85 crore FIS സെൽ സൈഡ് ചെയ്യുമ്പോൾ DIS ബൈ ചെയ്യുന്നുണ്ട് +3,000 crore ബൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ മൂവ്മെൻറ്റ് നമുക്ക് കുറച്ച് മേളിലേക്ക് തന്നെ കാണാനും കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് FISൻ്റെ ഇക്വിറ്റിയിൽ നോ പ്രോബ്ലം എന്ന് തന്നെ പറയാം. സ്റ്റിൽ ബൈയിങ് ആണ്. ബട്ട് നമുക്ക് കുറച്ചൊന്ന് നമ്മുടെ ഇൻഡെക്സ്, അതായത്
എന്താ പറയുക, നമ്മുടെ മിഡ് സെലക്റ്റിൽ കുറച്ചൊരു ബിയറിഷ്നെസ് ഒക്കെ തോന്നിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നിഫ്റ്റിയുടെ ഒരു 4 hour ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് അതൊന്ന് ലാസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്വിങ് ഹൈ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു സ്വിങ് ഹൈ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഹൈ ആണ്. നിഫ്റ്റി കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അവിടെ നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ കിട്ടിയിട്ടില്ല. ഇവിടെ ക്യാൻഡിൽ ഫോർമേഷൻ കിട്ടി. ഇവിടെ നമുക്ക് എന്തായി, അവിടെ ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ റീടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ളൊരു കൺഫർമേഷൻ ആണോ, മേളിലേക്ക് തന്നെ കൺഫർമേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല അല്ലേ. 23,000 നമ്മൾ നല്ല റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മേളിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് 23,000 ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് അധികമുണ്ട്. അപ്പോൾ അത് നോക്കാം. സ്റ്റിൽ നമുക്ക് ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെയൊന്നും ഒരു ഫോൾ ഉണ്ടാവാൻ, അതായത് റീടെസ്റ്റിന് വേണ്ടി വരാനുള്ള ക്യാൻഡിൽ ഫോർമേഷനൊന്നും സ്റ്റിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇനി നാളത്തെ മാർക്കറ്റ് എങ്ങനെയാകും എന്ന് നോക്കിയിട്ട് നമുക്ക് അതിലൊരു കൺക്ലൂഷൻ വരുത്താം. മീൻസ് ഇനി നമുക്ക് അവിടെ നിന്ന് ഹൈ ബ്രേക്ക് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മാർക്കറ്റ് 23,000 ഹിറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇന്നൊരു കുറച്ചൊന്ന് കൺസേൺ ആയിട്ട് ഒരു ഫോർമേഷനാണ് 4 hour ടൈം ഫ്രെയിമിൽ തന്നേക്കുന്നത്. ഈ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞാണ്, വൺസ് ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ ആൻഡ് അതിന് കൺഫർമേഷൻ ആയിട്ട് ഒരു റെഡ് ക്യാൻഡിലും കൂടി വന്നാൽ മാർക്കറ്റിന് വേണമെങ്കിൽ ഒന്ന് റിവേഴ്സ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതാണ് ഒരു ലോ, വിക്കിൻ്റെ ലോ ഇതാണ്, അതായത് 48,400 ലോ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലോസിങ് കിട്ടിയാലാണ് നമുക്ക് കുറച്ചും കൂടി ഹെവി ആയിട്ട് നമുക്ക് ഫോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മാർക്കറ്റ് മേ ബി ഇവിടെ നിന്ന് ഒരു കൺസോൾട്ടേഷൻ തന്ന് ഒന്നും കൂടി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ക്യാൻഡിൽ ഫോർമേഷൻ നോക്കുക. ഇനി അതല്ല, ഇവിടെ നിന്ന് നമുക്കൊരു സെൽ ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട്, അതല്ല ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒന്ന് താഴെ വരാനുള്ള ചാൻസ് അധികമാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. ഇവിടെ നിന്നാണ് മാർക്കറ്റിന് ഒരു റാലി ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടല്ലേ. അവിടെ നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ 47,600, ഓക്കെ, ഒരു 700 റേഞ്ച് പിടിക്കാം. 700 ബിലോ എവിടെയാണോ നമുക്ക് നല്ല ക്യാൻഡിൽ, ആൻഡ് 46,500 ഒക്കെ നല്ല ലെവലാണ്, ബൈ ചെയ്യാൻ പറ്റുന്ന ലെവലാണ് 46,500 എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ഇതുപോലെ നമുക്ക് എന്താ പറയുക, ഈ ഒരു കൺഫർമേഷൻ, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നു, പിന്നെ ഒരു റീടെസ്റ്റ് വന്നു. ഇവിടെ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിലും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാൻഡിൽ എവിടെയാണോ നമുക്ക് ഫോം ചെയ്യണമെന്ന് നോക്കാം. അവിടെ നിന്ന് നോക്കിയിട്ടതിന് ശേഷം മാത്രം എന്താക്കുക, നമുക്ക് മേളിലേക്ക് ബാങ്ക് നിഫ്റ്റിനെ നമുക്ക് മേളിലേക്ക് ടാർഗറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. 48,400 എന്നുള്ള ലെവലിന് വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അതല്ല മേളിലേക്ക് ബ്രേക്ക് ഔട്ടാണ് തരുന്നതെങ്കിൽ മേ ബി നമുക്ക് 49,000 റെസിസ്റ്റൻസ് കുറവാണ്, 49,000 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസും അവിടെയും ഹൈ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലെവലാണ് നമ്മൾ 48,700 48,400 ലെവലാണ് മാക്സിമം ഒരു കൺസോൾട്ടേഷൻ തരാനും ചാൻസ് ഉള്ള ലെവലാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ രണ്ടിലെയും ബ്രേക്ക് ഔട്ടാണ് നമ്മൾ, മേളിലേക്കോ താഴേക്കോ ഉള്ള ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ലെവലിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നമുക്ക് നോക്കാൻ പറ്റുക. സെയിം തന്നെ നിഫ്റ്റിക്കും നോക്കാം. നിഫ്റ്റിയുടെയും ലെവൽ ഓൾമോസ്റ്റ് ഒരു ഹൈ ഉണ്ടായത് ഇവിടെ നിന്നാണ്. നിഫ്റ്റിയുടെ ഒരു ഹൈ ഇവിടെ നിന്നാണ്. നിഫ്റ്റിക്കും ഒരു സ്വിങ് ഹൈ എടുത്തിട്ട് ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് തന്നത്, മേളിലേക്ക് ബ്രേക്ക് ഔട്ട് ആയത്. ആൻഡ് നിഫ്റ്റിക്കാണെങ്കിൽ 22,300 അടിയിൽ ഇവിടെയൊക്കെ നല്ല ബൈസോണാണ്. 22,000 തൊട്ടിട്ട് 21,900 എന്നൊക്കെ ഉള്ളത് നല്ല ലെവലിൽ നിഫ്റ്റിക്കാണെങ്കിൽ നല്ലൊരു ലെവലിൽ വന്ന് ഒരു എന്താ പറയുക, അവിടെ നിന്ന് വന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു പുൾ ബാക്കിന് വേണ്ടിയൊക്കെയുള്ള വരാനുള്ള ചാൻസ് അവിടെയും നിഫ്റ്റിക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് ലെവലിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഇതിൻ്റെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ചോദിക്കാൻ പറഞ്ഞിരുന്നു. ആൻഡ് സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ആൻഡ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പോൾ ഒരു നിഫ്റ്റി മിഡ് സെലക്ട് കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ രീതിയിൽ
രീതിയിലുള്ള ഒരു കൺസേൺ നിഫ്റ്റി മിഡ് സെലക്റ്റിലുണ്ട്. ഇവിടെ ഒരു നമുക്ക് നിഫ്റ്റി മിഡ് സെലക്റ്റിൻ്റെ ഒരു സപ്ലൈ സോണാണ് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ. ഇവിടെ നമുക്ക് കാണാം വന്നു ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ, 2 ഹാങ്ങിങ് മാൻ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. വൺസ് ഇത് ഇനി ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ മീൻസ് നമുക്ക് നിഫ്റ്റി മിഡ് സെലക്റ്റിലും ഒരു ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് ഇപ്പോൾ ഇനി നമുക്ക് കാണാനില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വിംഗ് സ്റ്റോക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മേ ബി നമുക്ക് ഇനി അതൊക്കെ ഒരു കുറച്ചൊന്ന് ടൈം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് SL ഫോളോ ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതല്ല മീൻസ് ഇൻഡെക്സ് ഫോളോ ആവണമെങ്കിൽ കുറച്ചും കൂടി ഹെവി ആയിട്ട് സ്റ്റോക്കും ഫോളോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ സ്റ്റോക്കിൻ്റെ ഹൈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് നല്ല ലെവൽസിൽ വരുമ്പോൾ വീണ്ടും നല്ല സ്റ്റോക്കിലേക്കൊക്കെ റീ എൻട്രി ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെയും എല്ലാ ഓൾ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കുക. ആൻഡ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ, ഇൻഫോർമേഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുമെന്നും ആൻഡ് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് എപ്പോഴും നമ്മൾ പറയാറുള്ള മാതിരി എപ്പോഴും കുറച്ചും കൂടി നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡ്സിന് എപ്പോഴും മുൻഗണന കൊടുക്കുക. കുറച്ച് ഒരുപാട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വലുതും ടാർഗറ്റ് ചെറുതാണെങ്കിൽ മീൻസ് അങ്ങനത്തെ ട്രേഡ് കാര്യങ്ങളൊന്നും ഒഴിവാക്കുക. ബിക്കോസ് എപ്പോഴും മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ലെവലിൽ മാർക്കറ്റിനൊന്ന് ചിന്തിച്ച് മൈൻഡിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ എൻട്രി എടുക്കാനും നോക്കുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് this video.